Hi students, welcome to Edream Classroom. So today in this session we are going to discuss the most important questions regarding the paper BEGC 107 British Poetry and Drama 17th and 18th century. Okay, so നമ്മുടെ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ അതിൽ കാണാൻ പറ്റിയ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് കൊടുത്തിട്ട് നോക്കേണ്ട ഏരിയ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് and write the answers. Okay, so I will provide some short questions or short answers for the or short points for these questions. Okay, short points. അപ്പോൾ ഞാൻ ഫുൾ ആൻസേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് തരാൻ പോകുന്നത് വളരെ പോയിന്റ് വൈസ് ആയിട്ട് ഷോർട്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റും അല്ലേ. അത് ഓർത്ത് നോക്കിയിട്ട് എക്സാമിന് ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിന്റ് വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ എക്സാമിന് വരുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ഇതും കൂടി നോക്കി പോവാം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഫസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, എന്താണ്, ഡിസ്കസ് ദ മേജർ തീംസ് ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഡച്ചസ് ഓഫ് മാൽഫി? നമ്മുടെ ഡ്രാമ അല്ലേ. ആ ഡ്രാമയിലെ മേജർ തീംസ് എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചുമായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തീം ഓൾറെഡി തന്നിട്ട് അതിലെങ്ങനെയാണ് ആ ഒരു തീം വന്നിട്ടുള്ളത് എന്ന് നിങ്ങളോട് അനലൈസ് ചെയ്തിട്ട് എഴുതാൻ പറയും. അപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ച് എഴുതാം, ഈ ഒരു ഡ്രാമയുടെ അല്ലെങ്കിൽ ഈ പ്ലേൻ്റെ റൈറ്ററായിട്ടുള്ള ജോൺ വെബ്സ്റ്റർ. യുനോ, നമുക്കറിയാം ജോൺ വെബ്സ്റ്റർ ആണ് ഇതിൻ്റെ റൈറ്റർ. അപ്പോൾ ജോൺ വെബ്സ്റ്ററിനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് എഴുതുക. ദാറ്റ് ഈസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ജാക്കോബിയൻ ട്രാജഡി എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനും കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പാരയിൽ എന്ത് ചെയ്യാം, ജോൺ വെബ്സ്റ്ററിനെ കുറിച്ചിട്ട് എഴുതുക. ദെൻ ജാക്കോബിയൻ ട്രാജഡി, ബിക്കോസ് ദിസ് ഡ്രാമ ഇസ് ബിലോങ് ടു ദ ജാക്കോബിയൻ പീരിയഡ്. അപ്പോൾ ജാക്കോബിയൻ ട്രാജഡിക്ക് ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ തീംസ് വരുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ്? പവർ ആൻഡ് കറപ്ഷൻ, അതായത് കാർഡിനൽ ആൻഡ് ഫെർഡിനൻഡ് മിസ്യൂസസ് ദ പവർ അല്ലേ. ദെൻ ലവ് ആൻഡ് മാരേജ്, ഡച്ചസ് സീക്രട്ട്ലി മാരീസ് ആൻറ്റോണിയോ, ആ ഒരു സാധനം, അതായത് ലവ് ആൻഡ് മാരേജ്. ദെൻ തേർഡ് തീം ഇസ് റിവെഞ്ച്, അതായത് ബ്രദേഴ്സ് സീക്ക് റിവെഞ്ച് ഓൺ ദ ഡച്ചസ്, ആ ഒരു ഭാഗം. ദെൻ അപ്പിയറൻസസ് വേഴ്സസ് റിയാലിറ്റി, that is characters hide their true intentions. Then women and patriarchy, duchess fight against എന്താണ്, ഡച്ചസ് ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് മെയിൽ ഡോമിനേഷൻ. അപ്പോൾ അതാണ് വിമൻ ആൻഡ് പാട്രിയാർക്കിയുടെ ഒരു ഇതായിട്ട് വരുന്നത്. ദെൻ സിക്സ്ത് തീം ഇസ് ഡെത്ത് ആൻഡ് സഫറിങ് അല്ലേ, ട്രാജിക് എൻഡിങ് വിത്ത് മൾട്ടിപ്പിൾ ഡെത്ത്സ്. ലാസ്റ്റ് നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ മരിച്ചു വരുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മെയിൻ തീമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻലാർജ് ചെയ്തിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് കൺക്ലൂഷനായിട്ട് പറയുക എന്ത്, ദ പ്ലേ എക്സ്പ്ലോസ് കറപ്ഷൻ, റിവെഞ്ച്, ലവ് ആൻഡ് ഓപ്രഷൻ ആസ് വി ക്യാൻ സീ ഇൻ ത്രൂ ദീസ് തീംസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ തന്നെയാണ് മനസ്സിലാവുക. പിന്നെ നമ്മുടെ എന്താണ് ലോങ് വീഡിയോ ഉണ്ടല്ലോ, ഓരോ ക്ലാസ്സിൻ്റെയും ലോങ് വീഡിയോ ഓൾറെഡി അവൈലബിൾ ഓൺ യുവർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്, ഡിസ്കസ് ഡച്ചസ് ഓഫ് മാൽഫി ആസ് എ ജാക്കോബിയൻ ട്രാജഡി. ജാക്കോബിയൻ ട്രാജഡി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്ലേ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. ഈ ഒരു പ്ലേ എന്നുള്ളത് എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ജാക്കോബിയൻ ട്രാജഡിയാണ്. അപ്പോൾ ഡച്ചസ് ഓഫ് മാൽഫി ബൈ ജോൺ വെബ്സ്റ്റർ ഈസ് കൺസിഡേർഡ് ആസ് എ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജാക്കോബിയൻ ട്രാജഡി എന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ദെൻ അതിൽ ഓരോന്നിങ്ങനെ ഒന്നില്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. എന്തൊക്കെ പറയാൻ പറ്റും ജാക്കോബിയൻ ട്രാജഡിയിലെ ആ ഒരു സിംബൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, വയലൻസ് ആൻഡ് ബ്ലഡ് ഷെഡ്, അതായത് മേർഡേഴ്സ് ആൻഡ് ക്രുവൽറ്റി ത്രൂ ഔട്ട് അല്ലേ, ത്രൂ ഔട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. ദെൻ തീംസ് ഓഫ് റിവെഞ്ച്, ഫെർഡിനൻഡ് കാർഡിനൽ വീക്ക്
ദെൻ വെഞ്ചനസ് അല്ലേ, ദെൻ കറപ്ഷൻ, ചേർച്ച് ആൻഡ് കോർട്ട് ആർ മോറലി കറപ്റ്റ്, ദെൻ മാഡ്നസ് വരുന്നുണ്ട്, ഫെർഡിനൻഡ് ബിക്കംസ് ഇൻസെയിൻ വരുന്നു, ദെൻ ട്രാജിക് ഹീറോയിൻ ആയിട്ടുള്ള ഡച്ചസ് സഫേഴ്സ് ഡെസ്പൈറ്റ് ഹെർ ഗുഡ്നെസ്. ഡച്ചസ് ആയിരുന്നിട്ട് കൂടി ഗുഡ്നെസ്സിനേക്കാൾ കൂടുതൽ അവിടെ എന്താണ് അവൾ അനുഭവിച്ചത് കൂടുതൽ സഫറിങ്സ് ആണ് എന്നുള്ളത്. ദെൻ പെസിമിസ്റ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ജാക്കോബിയൻ ട്രാജഡിയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് പെസിമിസ്റ്റിക് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടെ എവിൾ ഡോമിനേറ്റ്സ് മച്ച് ഓഫ് ദ പ്ലേ. എവിൽനെസ് ആണ് അല്ലേ ഇവിടെ മൊത്തമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തെഴുതുക, കൺക്ലൂഷനായിട്ട് ഓൾ മേജർ ഫീച്ചേഴ്സ് ഓഫ് ജാക്കോബിയൻ ട്രാജഡി ആർ പ്രസൻറ്റ് ഇൻ ദസ് പ്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എന്ത് കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കമൻറ്റ് ഓൺ ദ റോൾ ഓഫ് ദ കാർഡിനൽ ഇൻ ദ പ്ലേ. കാർഡിനലിൻ്റെ ക്യാരക്ടേഴ്സ് അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെയിൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാർഡിനലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുക. ദെൻ ഡിസ്കസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് വിമൻ ഇൻ ദ ഡച്ചസ് ഓഫ് മാൽഫി. എങ്ങനെയാണ് വിമണിനെ സൊസൈറ്റിയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന പ്ലേയിലൂടെ സൊസൈറ്റി വിമനിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുക എങ്ങനെയായിരുന്നു സൊസൈറ്റി, പാട്രിയാർക്കൽ ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിന്റ്സ് ആയിട്ട് ഇതൊക്കെ പറയാം. വിമൻ ലാക്ക് ഫ്രീഡം അല്ലേ, ഡച്ചസ് ഈസ് കൺട്രോൾഡ് ബൈ ഹെർ ബ്രദേഴ്സ്, സോ ദർ വാസ് നോ ഫ്രീഡം ഫോർ ഡച്ചസ്. ദെൻ ഒപ്പോസിഷൻ ടു റീമാരേജ് ചെയ്യാൻ ബ്രദേഴ്സ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഡോ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ അൺമാരീഡ് എന്നുള്ളൊരു എന്താണ് ബിലീഫ് ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ മെയിൽ ഡോമിനൻസ്, വി ജസ്റ്റ് talked about that, അതായത് men make decisions for women. Then suspicion of female independence, that is Duchess choices are criticized എന്നുള്ളത്. Then punishment for defiance, എന്താണത്, she suffers for exercising freedom, that's it. Then Duchess as a strong woman എന്നുള്ളതും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ എല്ലാം വിമണിനെ എവിടെ പോർട്രേ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലേയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഡച്ചസ് ആസ് എ സ്ട്രോങ് വിമൻ എന്താ എഴുതാം, ചലഞ്ചസ് സോഷ്യൽ നോംസ് അല്ലേ, അതൊക്കെ മറികടന്ന് അല്ലെങ്കിൽ ഓവർകം ചെയ്തിട്ട് ലാസ്റ്റ് അവളുടേതായ ഡിസിഷനിലേക്ക് എത്തുന്നുണ്ട് അല്ലേ, അതാണ് ചലഞ്ചസ് സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ദെൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫായിട്ട് ഇങ്ങനെ കൊടുക്കാം, വെബ്സ്റ്റർ ക്രിട്ടിസൈസസ് ദ ഓപ്പറേഷൻ ഓഫ് വിമൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് മാത്രമല്ല ബ്ലോക്ക് 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഇത് എന്താണ് ഒരു റിക്കറൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ബ്ലോക്ക് 2ലേക്ക് നമുക്ക് പോവാം. ബ്ലോക്ക് 2ൽ ഒരു 3 ക്വസ്റ്റ്യൻസേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ, എന്നാലും ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇനിയും ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പോകേണ്ട ഭാഗമാണ് ഇത് കേട്ടോ. ഒന്നെന്താ, ലിസിഡാസ് അല്ലേ, ഡിസ്കസ് ലിസിഡാസ് എസ് എ പാസ്റ്ററൽ എലജി. ഓക്കെ, പാസ്റ്ററൽ എലജി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വില്ലേജ് സൈഡ് ആയിട്ടുള്ള വ്യൂസ് കൂടുതൽ കൊണ്ടുവരുന്നതാണ് പാസ്റ്ററൽ എലജി എന്ന് പറയുമ്പോൾ. എന്താണ്, ഒരാളുടെ ഡെത്തിൽ നമ്മൾ സങ്കടപ്പെട്ട് എഴുതുന്നത് അല്ലേ. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എലജി ഓൺ എഡ്വാർഡ് കിങ്സ് ഡെത്ത് ആണ് ഇത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദെൻ പോയിന്റ് ആയിട്ട് എന്ത് എഴുതുക, പാസ്റ്ററൽ സെറ്റിംഗ്, അതായത് ഷെപ്പേർഡിൻ്റെ ഒരു ഇമേജറി നമുക്ക് അവിടെ കാണാം. ദെൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ് അല്ലേ, അതായത് പോയറ്റ് മോൺസ് ഹസ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ദെൻ നേച്ചർ മോൺസ്, അതായത് ഫ്ലവേഴ്സ് ആൻഡ് റിവേഴ്സ് ഷെയർ സോറോ. ദെൻ ക്ലാസിക്കൽ റെഫറൻസ്, മിത്തോളജിക്കൽ ഫിഗേഴ്സ് അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ദെൻ ക്രിസ്ത്യൻ എലമെൻറ്റ്സ് ഏതൊക്കെ ഉണ്ട്, റിസറക്ഷനും ഹെവനും അല്ലേ, അതായത് ജീവിതത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പുനർജീവിതം ഉണ്ട് എന്നുള്ളതാണ് റിസറക്ഷൻ വരുന്നത്. ദെൻ ഹെവനിലേക്ക് പോകുന്ന ഒരു ബിലീഫ്. ദെൻ കൺസൊലേഷൻ, ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ആ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ദെൻ കൺക്ലൂഷനായിട്ട് എന്ത് കൊടുക്കാം, ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ പാസ്റ്ററൽ എലജി എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു എന്താണ് പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസിഡാസ് ആസ് എ ബ്ലെൻഡ് ഓഫ് പെയ്ഗൻ ആൻഡ് ക്രിസ്ത്യൻ ഇമേജറി എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 ട്രഡീഷൻസ് എന്തുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് കമ്പൈൻസ് 2 ട്രഡീഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തുടങ്ങുക. അതായത് പെയ്ഗൻ ട്രഡീഷനും ക്രിസ്ത്യൻ ഇമേജറി അല്ലേ. അപ്പോൾ പെയ്ഗൻ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്, പെയ്ഗൻ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോളോ, നെപ്റ്റ്യൂൺ, ദെൻ പിന്നെന്താണ്
ട്രിഷൻ അല്ലേ, TRITON, ദെൻ മ്യൂസസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അത്തരത്തിലുള്ള ഇമേജറീസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ പേഗൻ ഇമേജറി? പേഗൻ ഇമേജറി മീൻസ് it refers to a visual symbol and art form used in nature-based polytheistic or pre-Christian spiritual tradition. ഒരു ട്രഡീഷൻ നമ്മൾ കുറേ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പറയുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോളോ, നെപ്റ്റ്യൂൺ, ദെൻ ട്രിഷൻ, ദാറ്റ് ഇസ് TRITON, ദെൻ മ്യൂസസ്. ഓക്കെ, ഇനി ക്രിസ്ത്യൻ ഇമേജറീസ് ആയിട്ട് എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? ക്രിസ്റ്റ് ആസ് ഷെപ്പേർഡ്, സെൻറ്റ് പീറ്റർ അല്ലേ, റിസറക്ഷൻ, എറ്റേണൽ ലൈഫ്. ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് എൻറിച്ചസ് ദ പോയം, പോയത്തിനെ എൻറിച്ച് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ദെൻ യുണൈറ്റ്സ് ക്ലാസിക്കൽ ആൻഡ് ക്രിസ്ത്യൻ ട്രഡീഷൻസ്. ഓക്കെ, ഇനി കൺക്ലൂഷനായിട്ട് എന്ത് കൊടുക്കുക? ദിസ് ബ്ലെൻഡ് ഇസ് മിൽട്ടൺസ് യുണീക്ക് അച്ചീവ്മെൻറ്റ്. ഒരു യുണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു ബ്ലെൻഡ് അല്ലേ, മിൽട്ടൻ്റെ പോയട്രിയിൽ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കമ്പയർ എൽ അലെഗ്രോ ആൻഡ് എൽ പെൻസറോസോ. രണ്ടും രണ്ട് പോയമാണ് അല്ലേ. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷനായിട്ട് രണ്ടും ആരുടെ പോയമാണ്? നമ്മുടെ ജോൺ മിൽട്ടൻ്റെ പോയമാണ്. അപ്പോൾ എൽ അലെഗ്രോ ഒരു പാരഗ്രാഫും എൽ പെൻസറോസോ അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. എൽ അലെഗ്രോയിൽ എന്തൊക്കെ എഴുതാം? ചിയർഫുൾനെസ് ആൻഡ് ജോയ് ആണ് അവിടെ കാണിക്കുന്നത്. ദെൻ ആക്റ്റീവ് ലൈഫാണ്, നമ്മൾ പറഞ്ഞു പെർസ്പെക്റ്റീവ് ഓഫ് ചൈൽഡ്ഹുഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. മ്യൂസിക് ആൻഡ് ഡാൻസിങ് ആണ്, ബ്രൈറ്റ് മോർണിംഗ് സീൻസ് ആണ് അവിടെ ഉള്ളത്. ദെൻ സോഷ്യൽ ഹാപ്പിനെസ് ഒക്കെയാണ്. എന്നാൽ എൽ പെൻസറോസിലേക്ക് പോകുമ്പോൾ ഒരു അഡൾട്ട് വ്യൂവിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സീരിയസ് ആൻഡ് തോട്ട്ഫുൾ ആയിട്ടുള്ള മൂഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോളിറ്ററി ലൈഫാണ്. ദെൻ മെഡിറ്റേഷൻ ആൻഡ് സ്റ്റഡി ഒക്കെയാണ് അവിടെ കാണുന്നത്. ദെൻ നൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, രണ്ടും എന്താണ്? ഒരു ഡാർക്ക് തീമാണ് അല്ലേ. ദെൻ സ്പിരിച്വൽ വിസ്ഡം, നമ്മളൊന്നും കൂടി നമ്മളെ മനസ്സിലാക്കി നമ്മൾ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യവും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിമിലാരിറ്റി എന്താണ്? ബോത്ത് സെലിബ്രേറ്റ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ലൈഫ്. രണ്ടും നമ്മുടെ ജീവിതത്തിലെ ഡിഫറെൻറ്റ് ഫേസിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വേസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വൺ പ്രൈസസ് ജോയ് ആൻഡ് അതർ പ്രൈസസ് കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലെന്താണ് മേജർ തീംസിനെ ചോദിച്ചു കഴിഞ്ഞാൽ ലവ്, റിവെഞ്ച്, കറപ്ഷൻ, വിമൻ, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി ആൻഡ് ഡെത്ത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ജാക്കോബിൻ ട്രാജഡി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? വയലൻസ്, റിവെഞ്ച്, കറപ്ഷൻ, മാഡ്നസ് ആൻഡ് ട്രാജിക്കൽ ഹീറോ. ഓക്കെ, അല്ലെങ്കിൽ ട്രാജിക് ഹീറോയിൻ. ദെൻ കാർഡിനലിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ കറപ്റ്റ്, വില്ലൻ, പവർ, കോൺസ്പിറസി, മോറൽ ഡീക്കേ, അതൊക്കെ കാർഡിനലിനെ കുറിച്ചിട്ട് എഴുതാം. ഇനി വുമൺ ഇൻ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുമ്പോൾ പാട്രിയാർക്കി, ഫ്രീഡം, റീമാരേജ്, ഒപ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതൊക്കെ എഴുതാം. ലിസിഡാസിലെ കുറിച്ച് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ഷെപ്പേർഡ്, ഗ്രീഫ്, നേച്ചർ, മിത്തോളജി, ക്രിസ്ത്യാനിറ്റി, ദെൻ ഹോപ്പ്. ഓക്കെ, ദെൻ പേഗൻ ക്രിസ്ത്യൻ ഇമേജറി ക്രിസ്ത്യൻ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോളോ, നെപ്റ്റ്യൂൺ, മ്യൂസസ് പ്ലസ് ക്രിസ്റ്റ് അല്ലേ, സെൻറ്റ് പീറ്റർ, റിസറക്ഷൻ. ദെൻ എൽ അലെഗ്രോ വേഴ്സസ് എൽ പെൻസറോസോയിൽ ജോയ് വേഴ്സസ് മെഡിറ്റേഷൻ, സോഷ്യൽ ലൈഫ് വേഴ്സസ് സോളിറ്ററി ലൈഫ്, മോർണിംഗ് വേഴ്സസ് നൈറ്റ്, ആക്ഷൻ വേഴ്സസ് റിഫ്ലക്ഷൻ. ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2. ഇനി നമുക്ക് ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നൗ ഞാനിവിടെ ബ്ലോക്ക് 3 ആൻഡ് 4-ലെ രണ്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ബ്ലോക്ക് 3 ഈസ് ഓൾ അബൌട്ട് ദ മെക്ഫ്ലക്നോ അല്ലേ. മെക്ഫ്ലക്നോ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചിട്ടാണ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് റേപ്പ് ഓഫ് ലോക്ക് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഒന്ന് ജോൺ ഡ്രൈഡൻ്റെ ആണ്, മറ്റൊന്ന് ആരുടെയാണ്? നമ്മുടെ അലക്സാണ്ടർ പോപ്പിൻ്റെയാണ്. അപ്പോൾ അത് മൊത്തമായിട്ടാണ് നമുക്ക് ആ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ മേജറായിട്ട് ഞാൻ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ബ്ലോക്കിൽ വരുന്നത് എന്ന് ഞാനിവിടെ പറഞ്ഞു പോവും. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലോ അല്ലെങ്കിൽ വേറെ ചേഞ്ച്ഡ് വേർഷനോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, സോ മെക്ഫ്ലക്നോ ആസ് എ സറ്റയർ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ഡിസ്കസ് മെക്ഫ്ലക്നോ ആസ് എ സറ്റയർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇൻട്രൊഡക്ഷനിൽ നേരത്തെ എഴുതിയപ്പോൾ എന്ത് ചോദിച്ചാലും ഒരു വർക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് റൈറ്റ് അബൌട്ട് ദ ഓതർ. ഓക്കെ, ഓതറിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എപ്പോഴും കൊടുക്കുക. സോ ഹിയർ ഓൾസോ ദിസ് വർക്ക് ഇസ് റിട്ടൺ ബൈ ജോൺ ഡ്രൈഡൻ അല്ലെ. മെക്ഫ്ലക്നോ ഇസ് എ പോയം ആൻഡ് ഇസ് എ സറ്റയർ ഓൾസോ. നമുക്കറിയാം അല്ലേ, ഷാഡ്വെല്ലിനെ കുറിച്ചിട്ട്, തോമസ് ഷാഡ്വെല്ലിനെ കുറിച്ചിട്ട് ഡ്രൈഡൻ
മോക്ക് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയം കൂടിയാണ്. അപ്പോൾ ഡയറക്റ്റഡ് എഗെയിൻസ്റ്റ് തോമസ് ഷാഡ്വെൽ എന്നുള്ളതും കൂടി അവിടെ പറയുക. ഇനി അതിലെ മെയിൻ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് അറ്റാക്ക് ഓൺ ഷാഡ്വെൽ. നമുക്കറിയാം അല്ലേ, ഷാഡ്വെൽ ഈസ് പോർട്രേഡ് ആസ് എ കിങ് ഓഫ് ഡൾനെസ്. എന്തിനെയാണ്? കിങ് ഓഫ് ഡൾനെസ് ആയിട്ടാണ് ഇവിടെ തോമസ് ഷാഡ്വെല്ലിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ദെൻ ഹ്യൂമർ ആൻഡ് റിഡിക്യൂൾ. ഡ്രൈഡൻ മോക്സ് ഷാഡ്വെൽ ത്രൂ ഔട്ട് ദ പോയം. റിഡിക്യൂൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രീതിയിൽ, കോമാളി കൈൻഡ് ഓഫ് രീതിയിലാണ്, അല്ലെങ്കിൽ ജോക്ക് അല്ലേ, ജോക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഷാഡ്വെല്ലിനെ കുറിച്ചിട്ട് ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. ദെൻ മോക്ക് ഹീറോയിക് ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രിവിയൽ സബ്ജക്റ്റ് ഇസ് ട്രീറ്റഡ് ആസ് ആൻ എപ്പിക് സ്റ്റൈൽ. അതായത് ഒരു സിമ്പിൾ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിനെ ഒരു എപ്പിക് സ്റ്റൈലിലാണ് ആര് എഴുതിയിട്ടുള്ളത്? ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. ദെൻ എക്സാജറേഷൻ അല്ലേ, ഷാഡ്വെൽ സ്റ്റുപ്പിഡിറ്റി ഈസ് എക്സാജറേറ്റഡ് ഫോർ കോമിക് എഫക്റ്റ്. കോമിക് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഷാഡ്വെല്ലിൻ്റെ ആ ഒരു എന്താണ് സ്റ്റുപ്പിഡിറ്റി, അതായത് എന്താ നമുക്ക് പറയാം ബാഡ് പോയട്രി അല്ലേ, അതിനെ കുറിച്ചിട്ട് എന്താണ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ഡ്രൈഡൻ. ദെൻ ലിറ്റററി ക്രിറ്റിസിസം പറഞ്ഞ പോലെ തന്നെ ഡ്രൈഡൻ ക്രിട്ടിസൈസസ് പുവർ ലിറ്റററി സ്റ്റാൻഡേർഡ്സ്. ദെൻ സറ്റാരിക്കൽ പർപ്പസ് എന്താണത്? എക്സ്പോസസ് മെഡിയോക്രിറ്റി ആൻഡ് സെലിബ്രേറ്റ്സ് ലിറ്റററി എക്സലൻസ്. ഓക്കെ, സോ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുക, മെക്ഫ്ലെക്നോ റിമെയിൻസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സറ്റയർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മെക്ഫ്ലെക്നോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇവിടെ ഒരു എന്താ കൊടുത്തിരുന്നത്, മെക്ഫ്ലെക്നോൻ്റെ ഒരു ചെറിയ ഒരു കൈൻഡ് ഓഫ് ഇക്വേഷൻ പോലെ, ഇതുപോലെ എക്സാമിന് എഴുതി വെക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണിത്? ഇതാണ് സറ്റയർ പ്ലസ് ഷാഡ്വെൽ പ്ലസ് ഹ്യൂമർ പ്ലസ് മോക്ക് ഹീറോയിക് പ്ലസ് ലിറ്റററി ക്രിറ്റിസിസം. ഇതെല്ലാം നിങ്ങളുടെ ആൻസറിൽ വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേപ്പ് ഓഫ് ലോക്ക് ആസ് എ മോക്ക് എപ്പിക്. അപ്പോൾ അതും ഒരു മോക്ക് എപ്പിക് ആണ് അല്ലേ, അലക്സാണ്ടർ പോപ്പിൻ്റെ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ത് കൊടുക്കുക? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ബൈ അലക്സാണ്ടർ പോപ്പ്. എന്നിട്ട് പോപ്പിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുക. ദെൻ ഒരു സോഷ്യൽ റിയൽ ആയിട്ട് നടന്ന ഒരു സോഷ്യൽ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ആ ഒരു പോയം പറഞ്ഞിട്ടുള്ളത്, അതെന്താണെന്ന് എഴുതുക. ദെൻ മാസ്റ്റർ പീസ് ഓഫ് മോക്ക് ഹീറോയിക് പോയട്രി ആണ് റേപ്പ് ഓഫ് ലോക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ പറയാം? എപ്പിക് സ്റ്റൈലാണ് അല്ലേ, അതായത് ഇൻവോക്കേഷൻ, സൂപ്പർ നാച്ചുറൽ മെഷീനറി, അതായത് സിൽഫ്സ്, ഏഞ്ചൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ അത്. ദെൻ മാറ്റൽസ് ആൻഡ് ഹീറോയിക് ലാംഗ്വേജ്. ദെൻ ട്രിവിയൽ സബ്ജക്റ്റ്. എന്താ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ വളരെ സില്ലി സബ്ജക്റ്റാണ് അല്ലേ, അതായത് ലോക്ക് ഓഫ് ഹെയർ ഈസ് കട്ട് ചെയ്തു, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഒരു കവിതയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. ദെൻ എ മൈനർ ഇൻസിഡൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഗ്രേറ്റ് ഇവൻറ്റ്. ദെൻ സറ്റയർ ഓൺ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി അല്ലേ, പീറ്റർ ഫാമിലിയുടെയും അല്ലേ, അതേപോലെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, ആ ഒരു ഫാമിലിൻ്റെ ഇടയിൽ നടന്ന ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, ദെൻ ക്രിട്ടിസൈസസ് വാനിറ്റി ആൻഡ് സൂപ്പർഫിഷ്യാലിറ്റി. ദെൻ ബെലിൻഡ ആസ് മോക്ക് ഹീറോയിൻ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം മോക്ക് ഹീറോയിനായിട്ട്, അതായത് പ്രസൻറ്റഡ് ലൈക്ക് ആൻ എപ്പിക് ഹീറോ ആയിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹ്യൂമർ ആൻഡ് ഐറണി, അതായത് ക്രിയേറ്റഡ് ത്രൂ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സബ്ജക്റ്റ്. ദെൻ സോഷ്യൽ കമൻറ്ററി എക്സ്പോസസ് ദ വാല്യൂസ് ഓഫ് 18th century അപ്പർ ക്ലാസ് സൊസൈറ്റി. അത് ഇമ്പോർട്ടൻറ്റ് മെൻഷൻ ചെയ്യണം. അതായത് എന്താണ് ഇവിടെ കാണിക്കുന്നത്? 18th century അപ്പർ ക്ലാസ് സൊസൈറ്റീൻ്റെ വാല്യൂസ് എക്സ്പോസ് ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ പോപ്പ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ദെൻ കൺക്ലൂഷനായിട്ട് എന്ത് കൊടുക്കുക? പോയം ഈസ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് മോക്ക് എപ്പിക് പോയട്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, സോ അതാണ് എന്ത് നമ്മുടെ റേപ്പ് ഓഫ് ലോക്ക്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് എപ്പിക്, ബെലിൻഡ, സിൽഫ്സ്, ഹ്യൂമർ, സറ്റയർ, ദെൻ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനിയും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളായിട്ട് തന്നെ ഒന്ന് എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്യാച്ചി ആയി തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പോയിംസ് ഉണ്ടല്ലോ, ചില പോയിംസ് ഒക്കെ ലിസിഡാസ്, നമ്മുടെ സോണറ്റ് ഉണ്ടല്ലോ, അതൊന്നും വിട്ടുപോകരുത് കേട്ടോ. സോണറ്റ് ഐ തിങ്ക് ലിസിഡാസ്, എൽ പെൻസറോസോ ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു സോണറ്റ് ഉണ്ട്,
അപ്പോൾ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി പോവുക. ലൈൻസ് നിങ്ങൾ പറ്റിയെങ്കിൽ മറക്കാതെ ഓർമ്മയിൽ വെച്ച് പോവുക. ചിലപ്പോൾ ഏതെങ്കിലും ലൈൻസ് തന്നിട്ട് അത് എവിടുന്നാന്നൊക്കെ ചോദിക്കും, അപ്പോൾ നമുക്ക് പെട്ടുപോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ശ്രദ്ധയിൽ വെച്ചിട്ട് പോവാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് paper or exam oriented discussions on the paper BEGC 107 British poetry and drama 17th and 18th century. Okay, so do well. I hope എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.